സിനിമാ നടി എന്നത് ആകണമെന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് ആൽബം നടി. കാരണം ആണോ? സീരിയസ് ആയിട്ട് നമ്മൾ ഈ 4 മണിക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ മിസ്റ്റും ഡ്യൂ ഡ്രോപ്സും ഒക്കെ കണ്ട് ആ, അതിനോട് ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഫ്രാങ്കോയുടെ ചെമ്പകമ്മ ആ പാട്ട്, അതെ. അതുപോലെ തൻസീർ കൂത്തുപറമ്പിന്റെ പാട്ട്, ഷാഫിക്കയുടെ പാട്ടുകളെ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ആൽബം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. അപ്പൊ നമ്മൾ എന്താ, കാരണം സുന്ദരി അതൊക്കെ നമ്മുടെ ആ കാലത്ത് ഞങ്ങളുടെ നമ്മുടെയൊക്കെ ആ നൊസ്റ്റാൾജിയ ഭയങ്കര കാലത്ത് നമ്മൾ ഹിറ്റ് ആയിരുന്നു. പാടി നടന്ന, കാരണം അത് പാടുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അവരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ആ, അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഞാൻ അഭിനയിച്ച 4 ആൽബം, 4ഉം നല്ല പാട്ടുകളാണ്, ഹിറ്റായി. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മളെ ഓർക്കുമല്ലോ, നമ്മളെ തന്നെ ഓർക്കുമല്ലോ. അതൊക്കെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് എന്റെ ലൈഫിൽ. രേണു ചെയ്ത 4 ആൽബങ്ങൾ എന്ന് പറഞ്ഞു. 4 എന്ന് പറയുന്നത് ഭയങ്കര മില്യൺ വ്യൂസുമാണ് അതെ, വന്നിരിക്കുന്നത്. തീർച്ചയായും അല്ലെ? തീർച്ചയായും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഹിറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇപ്പൊ അപ്പൊ ആ തോന്നുന്ന സന്തോഷം, ഇപ്പൊ ചെയ്തതെല്ലാം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു നമുക്ക് റെസ്പോൺസിബിലിറ്റിയും റിസ്ക്കും കൂടുതലാണ്. ഹിറ്റ് കൂടുന്നു അനുസരിച്ചിട്ട് നമ്മൾ തന്നെ ഈശ്വര എന്റെ പുതിയ വർക്ക് ഇത് അതിന്റെ ഒപ്പം അതെ എത്തിയോ, അതെ നമ്മൾ അതെ, തന്നെ നോക്ക് compare നോക്ക്, ചെയ്യും. നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ? ഏതൊക്കെയാ കാണണ്ടെന്ന് തന്നെ നമുക്ക് ഭയങ്കര. എല്ലാരും നല്ല അഭിപ്രായമാണ് രമ്യ പറയുന്നത്. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, രേണു സുധി എന്ന് പറഞ്ഞ പേര് തന്നെ നമ്മുടെ സമൂഹം, സൊസൈറ്റി കേൾക്കാൻ തുടങ്ങിയത് സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷമാണ്. അതിനുശേഷം ഉള്ള ഇതിലാണ് രേണു എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് എല്ലാവരും അറിഞ്ഞതും മനസ്സിലാക്കിയതും. രേണുവിന്റെ ഇന്നത്തെ ഈ ഒരു ഇതിലേക്ക്, രേണു ഇത്രയും നല്ല രീതിയിലേക്കൊക്കെ വന്ന് നിൽക്കുന്നതെല്ലാം അല്ലെ. പക്ഷെ നമുക്ക് ഇതിന്റെ ഒക്കെ പിന്നാമ്പുറത്തെ ഒരു രേണു, തുടക്കം മുതലുള്ള രേണുവിനെ കുറിച്ച് ഒന്ന് പറയാമോ? നമുക്ക് അതിലങ്ങ് തുടങ്ങാം സല്ലാപം. രേണു എന്ന് പറയുന്ന കുട്ടി ജനിച്ചു വളർന്നപ്പം ഇപ്പൊ പറഞ്ഞു ആൽബം ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന്. അന്നത്തെ കുട്ടിക്കാല ആൽബം ചെയ്യണോന്നല്ല രമ്യ, നമ്മൾ ആൽബം കാണുമ്പോ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഇവരെ, കാരണം നമ്മൾ അവരെ പറ്റി ഇങ്ങനെ ചിന്തിക്കും. നമ്മൾ ആ പാട്ടിനോട് ഭയങ്കര പ്രിയമാണ്. പാടുവോ പ്രത്യേകിച്ച് രേണു? ജസ്റ്റ് ഇങ്ങനെ മൂളുമല്ലാതെ വലിയായിട്ട് പാടത്തൊന്നുമില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ ചെറുപ്പം മുതലുള്ള രേണുവിന്റെ ആ ഒരു അത് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പെർഫോമൻസിന് കയറുമായിരുന്നോ? ഡാൻസും പാട്ടും നാടകവും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഉണ്ടായിരുന്നു. ഓ, ഓക്കെ. ഡാൻസ് ചെയ്യും, ഡാൻസ് പഠിപ്പിക്കും. സിനിമാറ്റിക് ഡാൻസ് ആ, പഠിപ്പിക്കുമായിരുന്നു പിള്ളേരെ. ചെറുപ്പത്തിലേ തന്നെ? ചെറുപ്പത്തിൽ പഠിപ്പിക്കുമായിരുന്നു. ആഹാ. ഏത് പ്രായത്തില്? അത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ക്ലാസ്സിൽ പിള്ളേരെ ആനിവേഴ്സറി സമയമില്ലേ, അന്നൊക്കെ ആനിവേഴ്സറി ഇല്ല, ആനുവൽ ഡേ. ആ, അപ്പൊ അന്ന് അവർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി ടീച്ചർമാര് വിളിച്ചോണ്ട് പോകും. ആ. പഠിപ്പിക്കാവോന്ന് ചോദിച്ചാൽ അങ്ങനെ അവരെ പഠിപ്പിക്കുമായിരുന്നു ഡാൻസ്. ആഹാ. നമ്മള് ഡാൻസ് കളിക്കും, ഓ, ഓക്കെ. പാട്ട് പാടും. ആഹാ. അപ്പൊ ഇത് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുഞ്ഞിലെ തൊട്ട് ഉള്ളതാണ്. ഉള്ളതാണ്. സുധിച്ചേട്ടൻ വന്നപ്പോ സുധിച്ചേട്ടന് വേണ്ടി ഞാൻ, അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് മതി, പുറകെ നിക്കാം എന്ന രീതിയിൽ മാറിയതാണ്. രേണു ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? നമ്മൾ കോട്ടയം വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്ത്. പഠിച്ച സ്കൂളും എല്ലാം അവിടെ തന്നെയാണ്. ജെറുസലേം മൗണ്ട് അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാം വാകത്താനമായിരുന്നു, കോട്ടയം വാകത്താനം. ഓക്കെ. അപ്പൊ അന്നേരത്തെ സമയത്ത് രേണുവിന് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന ആളാവണം, ഭാവിയിൽ എനിക്ക് ഇന്നത് നേടണം, എങ്ങനെയൊക്കെ ഒരു എംബിഷൻ ഉണ്ടാവും. രേണുവിന് അന്ന് താല്പര്യം അപ്പൊ എന്തായിരുന്നു? എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്താ ഡോക്ടർ ആവണം, അങ്ങനെ ഒരു താല്പര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇപ്പൊ എന്താണോ ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരു ലൈഫാണ് എന്റെ. എവിടെ ചെന്ന് നിൽക്കുന്നു അവിടെ ചെന്ന് നിൽക്കും. അപ്പൊ ആ ഒരു സമയത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. തീരെ ചെറുതിലെ ടീച്ചറാണ്. നമ്മള് ഇലക്കെട്ടൊക്കെ അടിച്ചോണ്ട് നടക്കുന്ന ഒരു വടിയെടുത്ത് അടിക്കുക, തോർത്തൊക്കെ തലയെ കെട്ടുക, സാരിയൊക്കെ കൊടുത്ത്, പിന്നെ അതങ്ങ് വിട്ട്. പിന്നെ ഇന്ന ആളാകണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിപ്പം കുഞ്ഞിനോട് മൂത്ത മോന് അവൻ ആനിമേഷനാണ്. അത് കുഞ്ഞിലെ തൊട്ട് കുഞ്ഞിലെ എന്നല്ല, ഞാൻ കണ്ടപ്പോ തൊട്ടേ സൂചേട്ടനും എപ്പോഴും പറയും അവന് ആനിമേഷന്റെ ഇതൊക്കെയാണ് ഇഷ്ടം. അവനും അങ്ങനെ തന്നെയായിരുന്നു, അവൻ ഗെയിമൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ആനിമേഷൻ, അപ്പൊ അവൻ ആ ഒരു തലത്തിലാണ്. ഇളയതിനോട് പറയും അച്ഛന് ഇഷ്ടം പൈലറ്റ് ആവണോന്നാണ്. നീ പൈലറ്റ് ആവണോ? തീയുടെ എന്നോട് ചോദിക്കും ഈ ഫ്ലൈറ്റിന്റെ പ്രശ്നം. അമ്മ ഞാൻ പൈലറ്റ് ആവണോ? ഞാൻ പറഞ്ഞു ആയേ പറ്റത്തുള്ളൂ. അപ്പൊ അവരോട് ഞാനിത് പറയും. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള അംബിഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും ആയി തീരും, എന്തെങ്കിലും ആകും, അത്ര അങ്ങനെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു എന്റെ തീരുമാനവും ലൈഫ്. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു സീറ്റിലിരിക്കാൻ കാരണം ആ ഒരു ഒഴുക്കിനനുസരിച്ച് വന്നിരിക്കുന്നത് തന്നെയാണ് രമ്യ. രേണു എന്ന് പറഞ്ഞ അമ്മ ഇന്നിപ്പോ മകന്റെ അടുത്ത് പൈലറ്റ് ആവണം എന്ന് ഡെയിലി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഓർമ്മപ്പെടുത്തല് രേണുവിന്റെ അമ്മ രേണുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒന്നും ഇല്ല. അമ്മയും അച്ഛനും ഒന്നും അങ്ങനെ ഒരു കാര്യത്തില് എന്താ പറയാ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് രേണു ഇങ്ങനെ ഡാൻസും പാട്ടും എല്ലാം എൻജോയ് ചെയ്ത് ആ ലൈഫ് അറ്റ് പ്രസന്റ് എൻജോയ് ചെയ്ത് വളർന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. അവിടെ നിന്നും എപ്പോഴാണ് നമ്മുടെ സുധിച്ചേട്ടനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഓർമ്മയുണ്ടോ? പിന്നെ ഉണ്ട്, തീർച്ചയായിട്ടും.
സുധിച്ചേട്ടനെ കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ പഠിച്ച അതിന് മുന്നേ നേഴ്സിങ്ങിന് പോയി, അത് നിർത്തിപ്പോന്നു. അതെന്താ? നേഴ്സിംഗ് ബാംഗ്ലൂർ പോകണം. ആ സമയത്തൊക്കെ ബാംഗ്ലൂർ ഒരു 10-15 വർഷം ബാക്കാണ്. അപ്പം ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡ്രീമാണ് ആ സമയത്ത്. അതെ. അപ്പൊ അടിച്ചു പൊളിക്കാനൊക്കെയാണ് നമ്മുടെ ചിന്ത. ചെന്നപ്പത്തേന് അറിഞ്ഞു അവിടെ ഒരു എന്താ പറയാ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ ഹോസ്റ്റല്. ഡിസംബറിൽ 1 മാസം മാത്രമേ ലീവ് ഉള്ളൂ. ഫോൺ യൂസ് ചെയ്യാം. അന്നൊക്കെ പണ്ടത്തെ കീപാഡ് ഫോണാണ്, അതുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വീട്ടിലോട്ട് വിളിക്കണമെങ്കിൽ പെർമിഷൻ വേണം. അവരുടെ ഫോണിൽ ലാൻഡിനെ വിളിക്കാൻ പറ്റില്ല, 5 മിനിറ്റേ വിളിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയപ്പം ഒരു സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ ആ സമയത്ത്. ഇപ്പൊ ഒത്തിരി സ്വാതന്ത്ര്യമായി കേട്ടോ അത്. അപ്പം ആ സമയത്ത് ഞാൻ നല്ലതായിട്ട് അയ്യോ എങ്ങനെയാലും വീട്ടിൽ പോയത്. എന്നിട്ട് ഞാൻ പഠിച്ചു. പക്ഷെ ഡ്യൂട്ടി തുടങ്ങിയപ്പോഴത്തേന് ബ്ലഡ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേന് എങ്ങനെയും ചാടിപ്പോയാ മതി, അങ്ങനെ അതങ്ങ് നിർത്തി. നിർത്തിയിട്ട് നാട്ടിൽ വന്ന് ഡിപ്ലോമയ്ക്ക് ചേർന്നു. അതും അവസാനം ആയപ്പോഴത്തേന് എന്റെ സർട്ടിഫിക്കറ്റിന്റെ പ്രോബ്ലം വന്നു. 10th പ്ലസ് 2 ബാംഗ്ലൂർ ഇരിക്കുവായിരുന്നു. അപ്പൊ കുറച്ച് പൈസയും കൂടെ അടയ്ക്കാതെ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ നിന്ന് ആ ഡിപ്ലോമ അത് ഒരു പരുവത്തിലാക്കി വെച്ചപ്പോഴാണ് ഏവിയേഷന് ചേരുന്നത്. ഡിപ്ലോമ എന്തിലെടുത്ത്? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. എന്തിനാ എടുത്തത്? സത്യം അല്ല, രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് എന്തിനാ എടുത്തതാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്തു. എനിക്ക് അതെന്തിനാ ഞാൻ പഠിച്ചതുപോലെ, എനിക്ക് എന്താ പഠിച്ചതുപോലെ എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ തട്ടിക്കൂട്ടി പഠിച്ച് ലാസ്റ്റ് അതും വെള്ളത്തിലാക്കി. അങ്ങനെ പിന്നെ ഏവിയേഷൻ പകുതി എല്ലാം എക്സാമിനോട് അടുത്ത് വന്നപ്പോൾ സുചേട്ടൻ കയറി കുരുങ്ങുന്നതും പിന്നെ അതും അതിന്റെ ഏവിയേഷൻ പോണ പോലെ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആണ്. ഡിപ്ലോമ ആയിരുന്നു. ഓരോ നഴ്സിംഗ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഏവിയേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ രേണു തന്നെ സെലക്ട് ചെയ്യുന്ന കോഴ്സസ് ആണോ അതോ വേറെ ആരെങ്കിലും ഒക്കെ പോകുന്നു നമുക്ക് ബാംഗ്ലൂർ എനിക്ക് പോകണം, അപ്പൊ എന്തിനു പോകണം ബാംഗ്ലൂർ, എന്ത് പഠിക്കാനായിട്ട് പോകും, എന്നാ നഴ്സിംഗിന് ചേർന്നാലോ, അങ്ങനെയൊക്കെ പോയി സെലക്ട് ചെയ്തതാണ്? കസിൻസ് ഉണ്ടായിരുന്നു 2 പേര്. അമ്മയുടെ അനിയത്തിയുടെ മോളും പപ്പാടെ അനിയന്റെ മോളും ഉണ്ടായിരുന്നു. അവർ 2 ഇപ്പൊ അടിപൊളി നേഴ്സായി, BS നേഴ്സായി. ഞാൻ അങ്ങനെ കൂട്ടുകൂടി പോയതാണ് ലൈഫ് എൻജോയ് ചെയ്യാൻ. പോയത് പക്ഷെ അവളെ ചെന്ന് പെട്ടുപോയി. അപ്പൊ ഏവിയേഷനും അങ്ങനെ ഇതായി. സുധിച്ചേട്ടന് അന്നേരം സുബീഷ് ഗിന്നസ് എന്ന് പറയുന്ന നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, ടമാർ പടാറിന്റെ ഒക്കെ ചേട്ടനാണ് എന്നെ സുധിച്ചേട്ടനെ പരിചയപ്പെടുത്താൻ തന്നെ നമ്പർ ചോദിച്ചിട്ട് എന്ത് ചെയ്താൽ തരില്ല ചേട്ടൻ. ഞാൻ പറഞ്ഞു എനിക്കൊരു ഹായ് പറയാനാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുധിച്ചേട്ടനെ. ജഗദീഷ് ചേട്ടന്റെ ഫിഗർ ഒക്കെ ചെന്ന ചേട്ടനില്ല, ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കൊന്ന് അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമായിരുന്നു, കല്യാണ ചെറുക്കനായിട്ടൊക്കെ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും ആളെ, നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പൊ എനിക്ക് ലൈഫിനെ പറ്റി ആളുടെ ലൈഫ് ഒന്നും അറിയില്ല, ചുമ്മാ ഒരു ഹായ് പറയാം. അപ്പൊ ആദ്യം നമ്പർ തന്നില്ല, പിന്നെ കുറെ നാൾ പുള്ളിയോട് പിണങ്ങി ഈ സുബീഷേനോട്, ഞാൻ ഇനി മിണ്ടത്തില്ല മേലെ, എനിക്ക് കൂട്ടായിരുന്നു. പിന്നെ ആളെനിക്ക് നമ്പർ തന്ന്. അപ്പൊ ആദ്യത്തെ നമ്പർ വന്നപ്പോ പണ്ട് ജാമ്പവാന്റെ കാലത്ത് അങ്ങാണ്ട് സുചേട്ടന്റെ ഉപേക്ഷ നമ്പറാണ്. പക്ഷെ അതിനകത്ത് വാട്സ്ആപ്പ് DP ഉണ്ട്. ആ DP എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ സേവ് ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ നോക്കുമായിരുന്നു. ആളിതൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ശരിക്കുള്ള നമ്പർ തന്ന് കോണ്ടാക്ട് ചെയ്ത്, എന്നിട്ടും 2-3 ദിവസം കഴിച്ചിട്ട് ആള് റിപ്ലൈ തരുന്നത് എനിക്ക് സുചേട്ടൻ. അങ്ങനെ പിന്നെ മിണ്ടി അടുത്തു.